എല്ലാവർക്കും നമസ്കാരം. ലീഡർഷിപ്പിനെ പറ്റിയും ലീഡർഷിപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നല്ലൊരു ലീഡറായി മാറാൻ ഭാവിയിലും, അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ലീഡർഷിപ്പിൽ ശക്തമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു 6 E's ഓഫ് ലീഡർഷിപ്പ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചലഞ്ച്, ഇപ്പോൾ ബിസിനസ് ലോകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇടയ്ക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ ക്രൈസിസുകൾ, അല്ലെങ്കിൽ കോവിഡ്-19 പാൻഡമിക് സമയത്തുണ്ടായിരുന്ന പുതിയ ചലഞ്ചുകൾ, ടെക്നോളജിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, ഇന്നൊരു വലിയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും AI-യുടെയും ഒക്കെ വരവോടുകൂടി പുതിയ പുതിയ മാറ്റങ്ങളാണ് എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ലീഡർഷിപ്പ് എന്ന് പറയുന്നതിൽ വലിയ ഒരു 6 കോർ പില്ലേഴ്സ് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെ ഷേപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിലും നമ്മളൊരു മികച്ച ലീഡറാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എൻവിഷനിങ് ആണ്. എൻവിഷനിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി സൈഡിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ലീഡേഴ്സും ഒന്നും കൂടെ വിഷനെയൊക്കെ എടുത്തൊന്ന് റീഫോക്കസ് ചെയ്യണം. നമ്മുടെ സ്ട്രാറ്റജികളും ലോങ് ടൈം വിഷനും ഒക്കെ ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ചിലപ്പോൾ ബിസിനസ് തുടങ്ങിയ സമയത്തെ പ്ലാനും ഗോൾസും ഒക്കെ ഒന്ന് അലൈൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഇവിടെയാണ് എൻവിഷനിങ് എന്ന് പറയുന്ന ഫസ്റ്റ് വെച്ചുള്ള വാക്കാണ് എൻവിഷനിങ്, അതിൻ്റെ പ്രസക്തി വരുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എക്സിക്യൂട്ടിംഗ് ആണ്. എക്സിക്യൂഷൻ എക്സലൻസ്, ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട്, നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആണിത്. കാരണം ഏറ്റവും നന്നായിട്ട് ഓപ്പറേഷണൽ എക്സലൻസ് ഉള്ള ആളുകളായിരിക്കും ഒരു ശക്തമായി മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്. അതായത് വിചാരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനുള്ള കഴിവ്, അതിന് പറ്റിയ രൂപത്തിൽ നമ്മുടെ ടീമിനെയൊക്കെ സജ്ജമാക്കുന്നതിലുള്ള ലീഡർഷിപ്പ് മികവായിരിക്കും ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ശക്തമായി വളർത്തുന്നത്. തേർഡ് ഈസ് ഫോർ എൻഗേജിങ്. ഇത് കൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. എൻഗേജിങ് എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് വർക്ക് പ്ലേസിലുള്ള കൾച്ചർ, നമ്മുടെ സ്ഥാപനത്തിൽ അവലംബിച്ച് വരുന്ന രീതികൾ, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന പുതുതലമുറ, പുതിയ എംപ്ലോയീസ്, അവരെയൊക്കെ ഏത് രൂപത്തിൽ ഡീൽ ചെയ്യണം, അവർക്കൊക്കെ ഒരു ആസ്വദിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് എംപ്ലോയി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്, കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവന്നുകൊണ്ട് സ്ഥാപനത്തെ മികച്ചതാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. നാലാമത്തെ കാര്യം ഈസ് എംപവറിങ് പീപ്പിൾ. നമ്മുടെ കൂടെ കിട്ടിയിരിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ ടീം മെമ്പേഴ്സിനെയൊക്കെ ഇഫക്റ്റീവായിട്ട് കോച്ച് ചെയ്യുക, മെൻറ്റർ ചെയ്യുക, ഓരോ വ്യക്തിയുടെയും ഹൈ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുക, അവരിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ഓട്ടോണമി, അല്ലെങ്കിൽ അവർക്ക് സ്വയം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് ചെയ്യാനുള്ള പവർഫുള്ളാക്കി അവരെ മാറ്റുക. ഇതാണ് നാലാമത്തെ ആൻഡ് ഫിഫ്ത്ത് ഈസ് ഫോർ എനേബിളിങ് എന്ന് പറയുമ്പോൾ ടെക്നോളജി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ടെക്നോളജി ഇൻ്റഗ്രേഷൻ. ലീഡേഴ്സ് തീർച്ചയായിട്ടും പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളെയൊക്കെ എംബ്രേസ് ആൻഡ് ലിവറേജ് ഇറ്റ് ടു എലിവേറ്റ് ദ ടീം എന്നാണ്. നമ്മുടെ ടീമിനെയും നമ്മുടെ ഓർഗനൈസേഷൻ്റെ സക്സസ്സിനും വേണ്ടി പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ ടെക്നോളജിയെ മാക്സിമം ഉപയോഗപ്രദമാക്കാനും ഓട്ടോമേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനൽ ഈസ് ഫോർ എംബോഡിയിങ് എന്ന് പറയുമ്പോൾ എത്തിക്സ് ആൻഡ് റോൾ മോഡലിംഗ് ആണ്. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ലീഡർ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ വാല്യൂസ്, നമ്മുടെ എത്തിക്സ്, നമ്മുടെ ആ ഇൻറ്റഗ്രിറ്റിയോട് കൂടി നിന്ന് ടീമിനെ ഇൻസ്പയർ ചെയ്യാൻ, ആളുകളിൽ നിന്ന് വിശ്വാസം എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഒക്കെ ആയിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം വിൻസ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ വിജയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, സ്ട്രാറ്റജിയും ഹ്യൂമാനിറ്റിയും ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ടൈം സക്സസ്സിന് വേണ്ടി പോകുക എന്നുള്ളതാണ്. നമ്മളതിന് തയ്യാറാണോ എന്നുള്ളതാണ് അവിടെ ചോദ്യം. അപ്പോൾ ഈ 6 ഒന്നും കൂടെ ഓർമ്മയിലുണ്ടാവുക: എൻവിഷനിങ്, എക്സിക്യൂട്ടിങ്, എൻഗേജിങ്, എംപവറിങ്, എനേബിളിങ് ആൻഡ് എംബഡിയിങ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക, ശക്തനായ ലീഡറായി മാറുക. താങ്ക് യു.